ഒരാൾ സോഷ്യോളജി, മറ്റൊരാൾ ഹിസ്റ്ററി. രണ്ടുപേരും ദേശീയത, മതനിരപേക്ഷത തുടങ്ങിയ അല്ലെങ്കിൽ ഐഡന്റിറ്റി, പൗരത്വം തുടങ്ങിയ ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയും വികലമാക്കപ്പെടുകയുള്ള സങ്കല്പങ്ങളെയൊക്കെ യാതൊരു അനുരഞ്ജനവുമില്ലാത്ത, ഒത്തുതീർപ്പില്ലാത്ത രീതിയിൽ അവയെ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും അവ സംബന്ധിച്ചുള്ള കൃത്യമായ അതിൽ നിർവചനം നമുക്ക് തരികയും ചെയ്തവരാണ്. രണ്ടുപേരും കാർഷിക പ്രസ്ഥാനം, കേരളത്തിലെ കർഷക പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ചവരാണ്. വന്ന ആ കാലഘട്ടത്തിൽ തന്നെ ജനതാ പാർട്ടി ആ ശ്രമത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഫ്രീഡം പ്രോജക്ട് എന്ന് പറയുന്നത്, ടുവേർഡ്സ് ഫ്രീഡം എന്ന് പറഞ്ഞ ICHRന്റെ വളരെ പ്രശസ്തമായ സർവപള്ളി ഗോപാൽ നയിച്ച ചരിത്ര രചന, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ചുള്ള രചന സമയത്ത് അതിനെ തുരങ്കം വയ്ക്കാൻ ശ്രമം നടത്തി. അതിലും ഇദ്ദേഹത്തിന്റെ ഡോക്ടർ കെ പണിക്കർ, ഈ ഗോകുലതാപനോടൊപ്പം, ഇർഫാൻ ഹബീബിനോടൊപ്പം ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇങ്ങനെ നോക്കുമ്പോൾ 70 മുതൽ ഇന്ത്യ ചരിത്രത്തെ മാറ്റിമറിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കടന്നുകയറ്റത്തെ ബൗദ്ധിക തലത്തിൽ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും തടഞ്ഞു നിർത്താൻ ഒരു പരിധിവരെ ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്ത ഒരു പറ്റം അത്യുന്നതരായ ഇന്ത്യൻ ചരിത്രകാരന്മാരിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്നാം നിലയിലായി. ഡൽഹിയിലെ ജീവിതത്തിന് ശേഷം ആണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിൽ വന്ന് അദ്ദേഹം KCHR സ്ഥാപക ചെയർമാനായി, കേരളത്തിലെ ചരിത്ര ഗവേഷണ സമിതി, കാലടിയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി. അതിനോടൊപ്പം അദ്ദേഹം കേരളശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി ജനകീയ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള വളരെ സമഗ്രമായ ഒരു രേഖ തയ്യാറാക്കി. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ 90 വയസ്സിന് അപ്പുറത്ത് നടന്ന ആ തികച്ചും സാർത്ഥകമായ ഒരു സമ്പൂർണ്ണ ജീവിതം മുഴുവൻ ഒരേ സമയം അധ്യാപനത്തിനും ചരിത്രരചനയ്ക്കും ചരിത്ര ഗവേഷണത്തിനും എന്ന പോലെ തന്നെ സാധാരണക്കാരുടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം അൻഹദ് എന്ന് പറയുന്ന ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയ്ക്ക് ശേഷം ആ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി രൂപീകരിച്ച ആ സംഘടനയുടെ ഭാഗമായിരുന്നു അദ്ദേഹം. അതുപോലെ നേരത്തെ പറഞ്ഞ TK ഉമ്മൻ, ഗുജറാത്തിന് ശേഷം, ഗുജറാത്തിലെ കലാപത്തിന് ശേഷം അല്ലെങ്കിൽ വർഗീയ കൂട്ടവിരുദ്ധിക്ക് ശേഷം നടത്തിയ അന്വേഷണത്തിലും TK ഉമ്മൻ ഉണ്ടായിരുന്നു. പിന്നെ സച്ചാർ കമ്മീഷനിലും TK ഉമ്മൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ 50 വർഷത്തിൽ ഇന്ത്യയിൽ നടന്ന ബൗദ്ധിക തലത്തിൽ നടന്ന എല്ലാ പ്രതിരോധ പ്രവർത്തനത്തിന്റെയും, ജനകീയ പ്രതിരോധ പ്രവർത്തനത്തിന് വേണ്ടിയും, ജനാധിപത്യത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, സാധാരണക്കാരായ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന എല്ലാ പ്രക്ഷോഭങ്ങളുടെയും എല്ലാ പ്രസ്ഥാനങ്ങളുടെയും മുന്നിൽ ഈ രണ്ട് ഉന്നതരായ പണ്ഡിതർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനകരമാണ്. മലയാളിക്ക് അഭിമാനകരമാണ്, ഇന്ത്യക്ക് അഭിമാനകരമാണ്. ഒരുപക്ഷെ ഈ പബ്ലിക് ഇന്റലക്ച്വൽസ് എന്ന് വിളിക്കുന്ന ആ വിഭാഗം കുറ്റിയേറ്റു വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ രണ്ടുപേരുടെയും സംഭാവന, ഈ രണ്ടുപേരുടെയും ജീവിതം നമുക്ക് എന്നും ഒരു മാതൃകയാണ്, പ്രചോദനമാണ്, ആവേശമാണ്. ഈ രണ്ടുപേരുടെയും ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു. ഈ പ്രത്യേകിച്ച് പണിക്കരും അച്ഛനും തമ്മിലുള്ള, PGയും തമ്മിലുള്ള ഒരു വളരെ അടുത്ത സൗഹൃദം കൂടി ഈ ചടങ്ങിൽ തന്നെ, ഈ സമ്മേളനത്തിൽ, ഈ അനുസ്മരണം കൂടി ഉൾപ്പെടുത്തുന്നതിന്റെ പ്രത്യേക കാരണമാണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്നപ്പോഴൊക്കെ അവർ തമ്മിൽ നടന്നിരുന്ന ദീർഘമായിട്ടുള്ള ചർച്ചകൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാനും അല്ലെങ്കിൽ അതിനടുത്തുള്ള നടന്നു പോകാനും ഒക്കെ കഴിഞ്ഞ ഒരു ഭാഗ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാനും. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ അച്ഛൻ്റെ 100ാം വർഷം, 100ാം ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ന് KN പണിക്കരെ പോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനും അല്ലെങ്കിൽ സഖാവും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് കൂടി ഈ ചടങ്ങ് തെരഞ്ഞെടുത്തതിൻ്റെ സവിശേഷത അതും കൂടിയാണ് എന്നോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. രണ്ടുപേർക്കും KN പണിക്കർക്കും TK ഉമ്മനും